എക്സ്ട്രാ ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അല്ല ജോമോൻ സർ ചേട്ടൻ ജോമോൻ സർ അടുത്ത വർഷം കേരളത്തിലേക്കില്ല, ഫുൾ ഹിന്ദിയാ. അത് ബോളിവുഡിലേക്ക് പോയി. അപ്പൊ ഞങ്ങളുടെ മലയാളികൾ എന്ത് ചെയ്യും? ഈ കഴിവ് ജോമോൻ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എപ്പിസോഡ് 5 മിനിറ്റ് സമയം ഞാൻ തരും. 2 minutes. 2 minutes. 3 minutes. 3 minutes. Time starts now. അപ്പൊ ജോമോൻ ചേട്ടൻ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഡയറക്ടർ ഞങ്ങളുടെ ഫ്ലാറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഫ്ലാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ സുജിത് സാറിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഫ്രം ക്യാമറാമാൻ ടു ക്യാമറാമാൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സുജിത് സാറിനെ പറ്റിയിട്ട് പറയും. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അറിയാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കുകൾ വരുമ്പോൾ ഫോണിൽ വിളിക്കാറുണ്ട്. വൈകുന്നേരം ബോറടിക്കുമ്പോൾ പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി ഇരിക്കാറുണ്ട്. ചേച്ചി ഭക്ഷണം വെച്ച് തരാറുണ്ട്, സ്പെഷ്യൽ ദോശ. അങ്ങനെ അത്ര ബന്ധമുള്ള ഒരാളാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും? ഉറപ്പായിട്ടും. സാറിന്റെ വർക്കിനെ പറ്റിയിട്ട് പറയും. വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് ഹിസ് വർക്ക്? ഞാൻ ഇപ്പൊ എനിക്ക് എക്സ്ട്രാ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിളിച്ചിരുന്നു. ഞാൻ കുറേ പേർക്ക് അതിൻ്റെ ട്രെയിലർ ഞാൻ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും എനിക്കറിയാം. അതിൻ്റെ ക്യാമറ ചൂസ് ചെയ്യുന്നത് തൊട്ടും അവിടെ പോയി ഗ്രേഡറൊക്കെ ഉണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അത് ചെയ്യാറുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം ഈവൻ രാജീവ് വിളിക്കാറുണ്ട്, മധു നീലൻ പുള്ളി വിളിക്കാറുണ്ട്, ഇല്ലമ്പള്ളി, എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യാറുണ്ട് കാര്യങ്ങൾ. നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു കൊളീഗ്, എന്താ പറയാ, നല്ലൊരു പേഴ്സൺ ആണ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ എപ്പോഴും നല്ലൊരു വൈബുള്ള ആൾക്കാരുടെ അടുത്താണ് എപ്പോഴും കൂടുതൽ സംസാരിക്കാനും പോകാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും അടിക്കടി മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആക്ച്വലി നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോട്ട് മുഖത്ത് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പോസിറ്റീവ് വൈബ് കിട്ടി. സോ വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹിം വിത്ത് us. ഓൾ ദി ബെസ്റ്റ്. അടുത്ത എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം. ഇത് 1971 എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ സുജിത് ഏട്ടന്റെ കൂടെ ഇവിടെ ഉള്ളത് മലയാള സിനിമയുടെ രോമാഞ്ചം എന്ന് എടുത്തു പറയണമെന്ന് പറഞ്ഞു അല്ലേ സുജിത് ഏട്ടാ? രോമാഞ്ചമാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഈ ഇപ്പോഴത്തെ സിനിമകളിൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഓടിച്ചാടി നടക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് ചാടില്ല. അപ്പം സുജിത് ഏട്ടനെ പറ്റിയിട്ട് പറയാനായിട്ട് ഒരു അവസരം തരികയാണ്. സുജിത്തിനെ പറ്റി പറയാൻ അയ്യോ ബാദുഷ സാറാണ് കേട്ടോ. എനിക്ക് ബാദുഷ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാദ്യം വരുന്നത് എന്താണെന്നറിയോ, ആ ഒരു സ്വീറ്റ് ഇല്ലേ ബാദുഷ എന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്വീറ്റ്. അതുപോലെ സ്വീറ്റ് ആണ് ബാദുഷ സാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി പൊക്കി ഇനി സുജിത് ഏട്ടനെ പറ്റിയിട്ട് പറയും. സുജിത്തിനെ പറ്റി പറയാൻ, സുജിത്തുമായിട്ട് ഞങ്ങൾ സീരിയലിന്റെ സമയം മുതലുള്ള ബന്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സിനിമ ഒരു പടം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ആദ്യമായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. സുജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും സുജിത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. പക്ഷെ ഞങ്ങൾ പണ്ട് മുതലേ സുഹൃത്തുക്കളാണ്. ഇതിനു മുമ്പ് നമ്മളൊരു സിനിമ ചെയ്തത്, ഒരു ക്ലാഷ് ചെയ്തത് ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നും പറഞ്ഞ സിനിമയുടെ ക്ലാഷ് 4-5 ദിവസം ഞങ്ങൾ ഗോവയിലുണ്ടായിരുന്നു. പിന്നെ പഴയ സുഹൃത്താണ്. ഒരു സിനിമ ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഗോവ കഥകളൊന്നും പറയാൻ പറ്റില്ല, ഗോവൻ കഥകളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വർക്കിന്റെ കാര്യമൊക്കെ അറിയാം. ഞങ്ങൾക്ക് സുജിത് ഏട്ടനെ കുറച്ചും കൂടെ പേഴ്സണലി അറിയണമെന്നുണ്ട്. പേഴ്സണലി ആള് നല്ല വ്യക്തി തന്നെയാണ്, ശുദ്ധനാണ്, സുമുഖനും. ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങൾ രണ്ടുപേരും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ? വെറുതെ ഞാൻ ഇതൊക്കെ ചോദിച്ചത് അവകളത്. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശം പറയുമോ? മോശമൊന്നും പറയണ്ട, ഞങ്ങൾ കൂടുതൽ കഥകൾ പറയും, എക്സ്പീരിയൻസസ് പറയും. സുജിത് ചേട്ടന്റെ കൂടെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്, നമുക്ക് വളരെയധികം മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി.
ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ജോർജ് ഞങ്ങൾ 3 പേര് ഇവിടെ നിന്ന് പോയത്, അതായത് വളരെ 2017 ആദ്യത്തെ ദിവസം, 2016 31 ഞങ്ങൾ നമ്മുടെ മേജർ സാറും ഞങ്ങൾ 3 പേരും, മേസറ്, ബാദുഷ, ഞാൻ എയർപോർട്ടിലാണ്. അതെ ഡെഫിനറ്റ് എയർപോർട്ടിലാണ്. അങ്ങനെ അവിടെ ചുറ്റും പടക്കമൊക്കെ പൊട്ടുന്ന കണ്ടു. നമ്മൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ ദുബായിലുണ്ടാവും. ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ ജോർജിയയിലുണ്ടാവും. അപ്പോൾ ഇതാണ്. അപ്പോൾ 2017 ആദ്യം ഞങ്ങൾ ജോർജിയ എന്ന് പറഞ്ഞൊരു സ്ഥലം. ശരിയാണ്, ഞങ്ങളവിടെ ചെന്ന് കുറേ ലേറ്റൊക്കെ ആയെങ്കിലും ഞങ്ങളവിടെ എത്തിപ്പെട്ടു ജോർജിയയിൽ. പക്ഷേ അവരകത്തോട്ട് കയറ്റിയില്ല. അവരുടെ നിയമങ്ങൾ പെട്ടെന്ന് മാറി. ഞങ്ങൾ ചെല്ലുന്നതിന് 2 ദിവസം മുമ്പ് അവരുടെ നിയമങ്ങൾ മാറിയായിരുന്നു. അത് നമ്മൾ അറിയുന്നില്ല. അവരുടെ വിസയുടെ ഒരു കാറ്റഗറി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ മേജർ സാറിന് അവിടെ ഔട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അവർ ഔട്ട് അടുത്ത ഫ്ലൈറ്റ് അയ്യേ നാണക്കേടായാലോ. അപ്പൊ പിന്നെ ഈ വിളിച്ച് പറഞ്ഞവരോടൊക്കെ പിന്നെ എന്ത് പറഞ്ഞു? ഇല്ല, ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചു, ഞങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ജോർജിയക്ക് നിങ്ങളെ താങ്കളുടെ ഭാഗ്യമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. അല്ലാതെ ഒന്നിലും നമ്മൾ നിരുത്സാഹപ്പെടരുത്. നമ്മൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് സുജിത്ത് ഏട്ടനെ പറ്റിയിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് കിട്ടിയത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇതല്ലേ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ബാദുഷ സാറിന് അവസാനമായിട്ട് സുജിത് സാറിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സുജിത്തിൻ്റെ ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുജിത്ത് ഫ്ലൈറ്റ് താഴുന്നതനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ കാണും. അപ്പോൾ സുജിത്തിൻ്റെ വളരെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ സുജിത്ത് എന്നോട് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ചോദിച്ചു, ഈ സ്ഥലത്ത് നമ്മൾ എങ്ങനെ എത്തിപ്പെടും? ഒരു ഐഡിയ നമുക്കില്ല. പക്ഷേ പുള്ളിയുടെ മനസ്സിലുള്ളൊരു സ്വപ്നം, അതുപോലത്തെ ഒരു സ്ഥലത്ത് അതുപോലൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സുജിത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ സുജിത്തിനോട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കി എടുക്കാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തേക്കാന്ന് സുജിത്തിന് പറഞ്ഞു. എന്താണ് സുജിത് സാറിന്റെ അൾട്ടിമേറ്റ് ഡ്രീം? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ ഇവിടെ ഇരുന്നാലും എല്ലാവരും കേൾക്കില്ലേ? എല്ലാ നടന്മാരും കേൾക്കില്ലേ? നമുക്ക് 1-2 നടന്മാരുടെ അടുത്ത് പോയി പറയണ്ട. പിന്നെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഏത് സ്ഥലത്താണ്? നോർമലി നമ്മുടെ ബേസിക്കലി നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളും മറ്റും എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ഇവിടെ ചിന്തിക്കുന്നതെല്ലാം നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ അതുമായിട്ട് സാധ്യമാകുന്ന സിനിമകൾ മാത്രമാണ്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വാവ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ നമ്മളിവിടെ ആലോചിക്കുമ്പോൾ അവിടെ കുമാരനുണ്ട്, ഉണ്ണിയുണ്ട്, ഇപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട് മനസ്സിൽ എപ്പോഴും ആഗ്രഹമുണ്ട്. ഇന്റർനാഷണൽ ലെവലിലെ ഒരു സിനിമ. അതെനിക്കറിയില്ല അങ്ങനെയാണോ അത് പറയേണ്ടതെന്ന്. കാര്യം അപ്പുറത്ത് ഇപ്പം US അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കുമ്പോൾ നമ്മളും അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിലാണ്, ഡെഫിനറ്റ്ലി ആണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു അങ്ങനെ എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന തരത്തിലൊരു കുറച്ച് സബ്ജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. മലയാളത്തിൽ ഹോളിവുഡ് സിനിമ എടുക്കാൻ പോവാണ് സുജിത് സാർ. സാരമില്ല, സുജിത് സാറിന്റെ ആ ഒരു ആഗ്രഹം നടപ്പിലാവട്ടെ. കഥയായോ? കഥകളുണ്ട്, ഒത്തിരി കഥകളുണ്ട്. ശരി, അത് നമ്മൾ ചോദിക്കുന്നില്ല. കഥയൊന്നും ഇപ്പോൾ വേണ്ട, അത് വരുമ്പം ഞങ്ങൾ പ്രേക്ഷകർ കണ്ടോളാം. അപ്പം ബാദുഷ സാർ, താങ്ക് യു സോ മച്ച്. ബാദുഷ സാർ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഇപ്പം തന്നെ കുറേ കോൾസ് ഒക്കെ വന്ന് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു നമുക്ക് വേണ്ടിയിട്ട്. സോ ഇനി ഞങ്ങൾ ഒത്തിരി നേരം പിടിച്ചിരുന്നില്ല. അയ്യോ, താങ്ക് യു. സമയം ഇപ്പോൾ 9:30 ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ സുജിത്ത് ഏട്ടനെ ഇവിടെ ഹോട്ടലിൽ വെച്ച് പിടിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവര് എല്ലാം ഫ്രഷായി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രം ഇപ്പോഴും ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ അതുവഴിയൊക്കെ നടന്നിട്ടിരിക്കുക. എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇപ്പോഴേ എനിക്ക് ബന്ധം ഓൾറെഡി എനിക്ക് മനസ്സിലായി. അതെ, സുജിത്ത് ഏട്ടനെ പിടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ കൂടെ നമുക്ക് ഷാജി ചേട്ടനും കൂടെ കിട്ടി. ഷാജി ചേട്ടാ പറയൂ. സുജിത്ത് ഏട്ടൻ പറഞ്ഞു ഷാജി ചേട്ടൻ എന്തൊക്കെയോ ഒത്തിരി പറയാനുണ്ട് സുജിത്ത് ഏട്ടനെ പറ്റിയിട്ട്. എനിക്ക് ഒത്തിരി ഒന്നും പറയാനില്ല. ഒറ്റ വാക്കി പറയുമ്പോൾ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം. ഇത് ആദ്യത്തെ വാക്ക്. ഒരു സുഹൃത്ത് ബന്ധം സിനിമാ ബന്ധവും രണ്ടാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് സുജിത്തിനേക്കാളും മുമ്പ് മഞ്ജു വൈഫിനെയാണ് എനിക്ക് പരിചയം. എൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഉണ്ടായിരുന്നു. ഇത് ഇവരെ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയപ്പോ സതിലീല നായികയുടെ ഉന്നയിക്കുന്നതിന് കുടുംബ പ്രശ്നം എന്താണെന്ന് ദൈവമേ. കുറച്ചുകൂടി ബ്രോഡായിട്ട് പ്ലീസ്. ചുമ്മാ ആ അപ്പോൾ നമ്മള് കളിയല്ല കല്യാണം എന്ന് പറയുന്ന ഒരു സീരിയലായിരുന്നു മുമ്പ് ബാലു കരിയത്ത് സാർ സംവിധാനം ചെയ്ത സീരിയലിൽ മണിയമ്പിള്ള രാജു ഒരുപാട് സിനിമാ താരങ്ങൾ അഭിനയിച്ചൊരു സീരിയലായിരുന്നു. അതിനകത്ത് വർക്ക് അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനൊരു നല്ല സുഹൃത്ത് ബന്ധത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം മാരേജിന് ശേഷമൊക്കെ അതിനുശേഷം ഞങ്ങളൊരു പാലക്കാട്ടുകാരാണ്. അതാണ് ഞങ്ങൾ തമ്മിൽ അടുത്ത വേറൊരു ബന്ധം എന്ന് പറയുന്നത്. ഒരേ നാട്ടുകാരാണ്. ഒരേ നാട്ടുകാരാണ്. അത് ഞങ്ങൾ തിരിച്ചറിയുകയും ഞാൻ പത്തിരിപ്പാല അങ്ങനെ ഒരു പാലക്കാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുകയും ഞങ്ങൾ വളരെ ക്ലോസ് ആവുകയും ഒക്കെ പരിചയം. ഇപ്പം കഴിഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അത് ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അതൊരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ജെയിംസ്. അപ്പോൾ ആ ബന്ധം നമ്മൾ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയായിരിക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അഡ്ജസ്റ്റബിൾ ആണ്. എന്ത് കാര്യം പറഞ്ഞാലും ഉള്ളുകൊണ്ട് ചിരിക്കുമെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. നമ്മൾ പറയുന്നത് ചെളിയാണെങ്കിലും അദ്ദേഹം വളരെ എൻജോയ് ചിരിച്ചിട്ട് പോകും. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? 14 വർഷം. 14 വർഷമായോ? അപ്പൊ ഇത്രയൊന്നും പറഞ്ഞ പോരാ. 14 വർഷത്തെ ബന്ധം എന്ന് പറഞ്ഞ് വേറൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും ഇടയ്ക്ക് എപ്പോഴും സംസാരിക്കും. പോസിറ്റീവ് എനർജിയാണ് ഒരു സിനിമ ഫീൽഡിനകത്ത് നമുക്ക്. എനിക്കിപ്പോ വേറെ ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഷാജു വിളിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഫോൺ എടുക്കും. കാര്യം എനിക്ക് ഉറപ്പാണ് ഫോൺ വെക്കണേക്ക് മുന്നേ ഞാനൊന്ന് ചിരിച്ച് മറിഞ്ഞ് മൊത്തം റിലാക്സ്ഡ് ആയിട്ട് ഓക്കെ മച്ചാ, ഓക്കെ താങ്ക് യു മച്ചാ എന്ന് പറഞ്ഞ് വെക്കാൻ പാകത്തിനായിരിക്കും ഷാജു ഇപ്പോഴും സംസാരിച്ച് ഫോൺ വയ്ക്കുക. ഇതിലൊക്കെ ഒരു ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയുടെ ആദ്യം കഥ പറയുന്നത് ശരിക്കും ഷാജുവിനോടാണ്. ഷാജു അതിനകത്ത് ആക്ട് ചെയ്യാനോ കാര്യങ്ങൾ അത് ഞാൻ അന്നും പറഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്യോ ഇല്ലയോ അതൊക്കെ എത്രയോ അപ്പുറത്തെ വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് സിനിമയുടെ കഥ. മിക്കവാറും കുറേ ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെ സിനിമയുടെ ചർച്ചകളായിരിക്കും, അല്ലാതെ വഴിവിട്ടൊരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഈ 14 വർഷത്തെ ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ സുജിത് ചേട്ടനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഷാജു ചേട്ടൻ? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു തമാശ നമുക്ക് സിനിമയ്ക്കകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് പെയിൻഫുൾ ആവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്ന തമാശകൾ മറ്റൊരാളെ വേദനിക്കരുത്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന ഇപ്പോഴൊരു തമാശ പറഞ്ഞാൽ ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാനിപ്പോൾ ഫോൺ ചെയ്യുന്ന ഒരാളാണ്. കാരണം സിനിമയ്ക്കകത്തെ ആയിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വലിയ പാരയാണ്. അങ്ങനെ പാരകൾ ഒരുപാട് വന്നിട്ടുള്ളതുകൊണ്ട് അപ്പം ഒത്തിരി രഹസ്യങ്ങൾ കൂടെ സൂക്ഷിക്കുന്ന ഒരാളാണ്. കളെ ഈ തമാശകൾ കൊണ്ട് എന്റെ കുടുംബം തകരില്ല, വേറൊരാളെ. ഇവര് തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവര് സ്ക്രീനിന് മുമ്പിൽ പറയത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എക്സ്പീരിയൻസ് പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിട്ടേ ഷാജു ചേട്ടൻ ആ വഴിയൊക്കെ പോയി. അപ്പൊ ഷാജു ചേട്ടൻ ഒത്തിരി തിരക്കുള്ള ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഷാജു ചേട്ടൻ ഇവിടെ വന്ന കേട്ടോ സുജിത് ചേട്ടനെ പറ്റിയിട്ട് പറയാനായിട്ട്. പക്ഷേ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന എന്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പുകഴ്ത്താൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലല്ല, അത് ഷെയർ ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, എൻ്റെ കുടുംബത്തോട് പറയും, എനിക്ക് സുജിത് വാസു എന്ന് പറയുന്ന സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഞാൻ ചെയ്യുമ്പോൾ ഇത്രയും പേര് സിനിമയ്ക്കകത്തുണ്ടെങ്കിലും ഞങ്ങൾ 10 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഒരു സ്വകാര്യം പറഞ്ഞ് ഞങ്ങളങ്ങ് പോകും. എന്ന് വെച്ചാൽ സ്വകാര്യം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ അവിടുത്തെ ചുറ്റുവട്ടത്ത് ഒരു പക്ഷേ പ്രൊഡക്ഷനിലെ പിള്ളേരായിരിക്കും, എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും, ഒരു തമാശയായിരിക്കും. ആ സെക്കൻഡ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളങ്ങ് പോയി. അത് ഒരു പോസിറ്റീവ് എനർജി. നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കൊരു തമാശ പറഞ്ഞു തരുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്ന ഒരു തമാശ. ബാർബർ ഷോപ്പിൽ അപ്പോൾ മറ്റേയാൾ കഴിക്കാനുണ്ട്. താങ്ക് യു സോ മച്ച്. അവസാനം നമുക്ക് ഇന്ന് സുജിത് ചേട്ടനെ ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ കിട്ടിയിരിക്കുകയാണ്. സുജിത് ചേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സുജിത് ചേട്ടനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതെ, ഓക്കെ. സുജിത് ചേട്ടൻ്റെ കൊച്ചുനാൾ മുതൽ നമുക്ക് തുടങ്ങാം. സുജിത് ചേട്ടന് മുടി ഉണ്ടായിരുന്ന കാലം, താടി ഇല്ലാതിരുന്ന കാലം, ആ ഒരു സമയം തൊട്ട് നമുക്ക് തുടങ്ങാം. സുജിത് ചേട്ടൻ എങ്ങനത്തെ കുട്ടിയായിരുന്നു? ഭയങ്കര വഴക്കാളിയായിരുന്നു? അതെയോ? അധികം സംസാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് വളരെ അടുത്ത് സംസാരിക്കാനുള്ള നന്നായിട്ട് പരിചയമുള്ള ഒരാളെ കിട്ടിയെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ടീച്ചറൊക്കെ കൊച്ചിലെ സ്കൂളിലിരിക്കുമ്പോൾ ഈ കുട്ടി മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയായിരുന്നു? സ്കൂളിലൊക്കെ കുറച്ച് അധികം സംസാരിക്കാൻ ഞാൻ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നു വിഷയം?
അച്ഛൻ കേരളത്തിൽ കഥകളി അഭ്യസിപ്പിച്ചിരുന്ന സ്കൂളായിരുന്നു ഗവൺമെൻറ് സെൻട്രൽ ഹൈസ്കൂൾ എന്ന് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ ചെണ്ട അധ്യാപകനും പിന്നെ മലയാളം സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെ UP സ്കൂൾസിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. അച്ഛനെ പറ്റി അറിയാവോ? ഇല്ല ഇല്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന് അറിയാം. അതെൻ്റെ അച്ഛനല്ല, അദ്ദേഹത്തിന് ചെണ്ട പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അതെയോ? അപ്പൊ ചെണ്ടയൊക്കെ വായിക്കും? അത്യാവശ്യം വായിക്കും. ഞാൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ വർഷം ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു ആ സമയം. അപ്പോൾ പക്ഷേ ആ സമയത്തും എൻ്റെ കൂടുതലുള്ള ആൾക്കാർ സ്റ്റേജിൽ കയറുകയും മറ്റ് കോമ്പറ്റീഷനും അതിനൊക്കെ കയറുകയും ചെയ്യുമ്പോൾ ഞാൻ കുറച്ചൊന്ന് പതുങ്ങി ഇരിക്കുന്ന ഒരു അവസ്ഥ. ചെണ്ടയ്ക്ക് മാത്രമേ കയറി, വേറെ ഒരു ഐറ്റത്തിന് കയറത്തില്ല. വേറൊന്നും അറിയാത്തോണ്ടേ. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പാടാൻ. അപ്പൊ അമ്മ പറഞ്ഞു പാടരുതെന്ന്. പദ്യപാരായണം, പാട്ട് പാടാൻ പറ്റാത്തവർക്ക് പദ്യപാരായണം. അല്ല, അതിന് വളരെ നന്നായിട്ട് പാടുന്ന ആൾക്കാർ ഉണ്ട്. പിന്നെ കഥകളി ക്രേസ് ആയിരുന്നു ആ സമയത്ത്, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ചെണ്ട, കഥകളി, ആ ഒരു അതൊക്കെ കണ്ട് വളർന്നു വരുന്ന ഒരാള് ക്യാമറയിലോട്ട് പോവുക, സിനിമയിലോട്ട് പോവുക, ഇതൊരു ട്വിസ്റ്റ് ആണല്ലോ. ചെണ്ടയും കഥകളി മാത്രമായാലും ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ചെണ്ട അല്ലെങ്കിൽ കഥകളി കലാകാരന്മാരെ നിങ്ങൾക്ക് പേര് കൊടുത്ത് പറയാൻ പറ്റും? ശരിയാണ്. എനിക്ക് മട്ടന്നൂരിനെ മാത്രമേ അറിയത്തുള്ളൂ. അല്ലേ? അതെ. പക്ഷേ എത്ര ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ നമുക്ക് അറിയാം. ശരിയാണ്. നമുക്ക് ഒത്തിരി ഡയറക്ടേഴ്സിന്റെ പേരെടുത്ത് പറയാം, ആക്ടേഴ്സിനെ അറിയാം അല്ലെ? സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാമറസ് ഫീലിന് വേറൊരു തരമുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ആഗ്രഹിക്കില്ലേ ഒരു, അല്ലേ? അപ്പൊ അതേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ബൈ ക്യാമറ നമുക്ക് ഡയറക്ഷൻ ആവായിരുന്നു, ആക്ടിങ് ആവായിരുന്നു, വേറെ എന്തോ ആവായിരുന്നു. ഡയറക്ഷൻ ചെയ്തു, ആക്ടിങ് ഇങ്ങനെ ചെയ്തു. ടെക്നിക്കൽ സൈഡൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഉറപ്പായിട്ടും. അതൊരു തരം ക്രേസ് ആണ്. ഇപ്പൊ പലർക്കും പലതരത്തിലുള്ള ക്രേസ് ഉണ്ട്. ചൂസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഓക്കെ, ക്യാമറ ഞാൻ ചൂസ് ചെയ്യുന്നത് ക്യാമറയാണ്. ആ ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ്. വളരെ മുമ്പ് എനിക്ക് തോന്നുന്നു കിലുക്കം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു പ്രിയൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാഗസിനിൽ എഴുതിയിട്ടുണ്ട്, കാഴ്ചയാണ് സിനിമയുടെ സുഖം, ആദ്യത്തെ സുഖം, അല്ലേ? അപ്പോൾ ഒരു ഫ്രെയിം കണ്ടിട്ട് വാവ് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ ഞാൻ പലപ്പോഴും നമ്മൾ കൂടെ ഇരുന്ന് സിനിമ വാച്ച് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും വാവ് എന്ന് പലരും പറയും. ഞാൻ ചെറുതായിരിക്കുമ്പോൾ അപ്പോൾ ഇപ്പം പടയോട്ടം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ 70mm ഫിലിമാണ്. അതൊക്കെ തിയേറ്ററിൽ അന്ന് ഭയങ്കര സംഭവം കാണിക്കുമ്പോൾ നമ്മൾ വാവ് ഇതെന്ത് കപ്പൽ കടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര അതിശയം. കാഴ്ചയല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ക്രേസ് ഇപ്പോൾ പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് അഭിനയിക്കാനുള്ള ക്രേസ് ആയിരിക്കും കൂടുതൽ. എനിക്ക് ഇത്തരം ഒരു വിഷ്വൽസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും. ഞാൻ അത്യാവശ്യം വളരെ കുഞ്ഞിലെ മുതൽ പെയിന്റ് ചെയ്യുമായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പം തീരെ നിർത്തി. എനിക്ക് അറിയില്ല എങ്ങനെ നിന്നൊന്നും അറിയില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് പെയിന്റ് ചെയ്യും. എക്സിബിഷനൊക്കെ മുമ്പ് ചെറുതിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ലിയോ ജെൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. എക്സിബിഷൻസ് ഒക്കെ നടത്തിയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഏത് ലെവലിൽ. അത്യാവശ്യം കുറച്ച് വരയ്ക്കുമായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു ചിലപ്പം കളേഴ്സും ലൈറ്റിൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കുമല്ലോ. അപ്പം അതിൽ നിന്നായിരിക്കണം ചിലപ്പോൾ ക്യാമറയിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരു ആവശ്യം കൂടുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര സംഭവബഹുലമായ കഥകളൊന്നും ആക്ച്വലി എന്നെ കുറിച്ച് എനിക്ക് പറയാനില്ല. രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആദ്യം അച്ഛൻ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ മതിലിൽ വരെ ഓടിച്ചിട്ട് തല്ലിയൊരു അവസ്ഥയുള്ളൂ. അച്ഛൻ്റെ സ്കൂളിലല്ല ഞാൻ പഠിക്കുന്നത്. അപ്പം അച്ഛൻ കഥകളി പ്രോഗ്രാമായിട്ട് ഡൽഹിക്ക് പോയി. അപ്പോൾ എൻ്റെ കാരണം അച്ഛൻ സ്കൂളിലില്ലല്ലോ. വിദ്യാർത്ഥി ഐക്യ സമരം വന്നപ്പോൾ നമ്മൾ ലീഡറിൻ്റെ തൊട്ട് പുറകിൽ ഞാനൊന്ന് വിശാലമായിട്ട് വിദ്യാർത്ഥി ഐക്യ വിളിച്ചു, വിശാലമായി വിളിച്ചു. പക്ഷെ അച്ഛൻ മാത്രമേ ഇല്ലാതുള്ളൂ, അച്ഛൻ്റെ സകല സുഹൃത്തുക്കളോടെ ഉണ്ട്. ഓർത്തില്ല. സ്കൂൾ കഴിഞ്ഞിട്ട് അച്ഛൻ ഡൽഹിയിൽ നിന്ന് വന്ന ദിവസം അന്നത്തെ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം അച്ഛൻ ഡോറ് തുറന്നിട്ട് എവിടാ സുജി എന്ന് ചെന്ന് നിന്നു. എന്നെ കണ്ടി പിടിച്ചു. ഇത് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി. പിന്നെ ചെന്നപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തല്ല് കിട്ടി. ഞാൻ അവിടെ നിന്ന് ഓടി. അച്ഛൻ വിട്ടില്ല. അപ്പുറത്തൊരു വലിയ മധുരമായിരുന്നു, കയറാൻ സമ്മതിച്ചില്ല. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് രാഷ്ട്രീയം. അന്ന് നിർത്തിയതാ, പിന്നെ തുടങ്ങിയിട്ടില്ല. വേറെ എന്തിനൊക്കെ അച്ഛൻ തല്ലിയിട്ടുണ്ട്? ആ പറച്ചില്ല തന്നെ എനിക്ക് എല്ലാം മനസ്സിലായി. അത്യാവശ്യം നല്ല രീതിയിൽ. പ്രീ ഡിഗ്രി സമയത്ത് ചേട്ടൻ അവിടെ ഭയങ്കര ഒരു പോപ്പുലർ സ്റ്റുഡന്റ് അല്ലായിരുന്നു? ഒത്തിരി ഫാൻസ് ഒക്കെ ഉള്ള? ഒരിക്കലും. അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഫാൻ ഉണ്ടായത് എപ്പോഴാണ്? ഫാനൊക്കെ ഈ
ഇപ്പോഴല്ലേ എന്തെങ്കിലും ഫാൻ ഉണ്ടെങ്കിൽ സുജിത് സാറിന് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തോളൂ, ഒരു സെൽഫി എടുത്തോളൂ, ഞാൻ ഭയങ്കര ഫാൻ, അങ്ങനെ ഒന്നും ആരും പറയാറില്ല. അതിപ്പോ പറയാറുണ്ട്. അതൊക്കെ കുറെ സിനിമകൾ വന്നതിന് ശേഷമല്ലേ, ഈ ഇടയ്ക്കല്ലേ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ പലരുടെയും ഫാനായിരുന്നു. പെൺകുട്ടികളോട് ആരോടായിരുന്നു ആരാധന പറയും? അതങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് തന്നെ നാണോ? എല്ലായിടത്തും ആരാധന. അങ്ങനെ ഇന്ന ആളുടെ അടുത്ത് നമ്മളെല്ലാവർക്കും ഒരുപോലെ നമ്മളങ്ങ് ആരാധിക്കും എല്ലാവരും. ഇല്ല, ഒരുപാട് നല്ല നല്ല കക്ഷി, നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്ക് ആക്ച്വലി ഇപ്പോഴും ഉണ്ട്. സുജിത് ഏട്ടനെ പറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഇത്രയും നേരം ചോദിച്ചു, എല്ലാവരും ഒരുപോലെ പറഞ്ഞത് വളരെ വളരെ നല്ലൊരു സുഹൃത്താണ്, വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. ഇവരോടൊക്കെ ചോദിച്ചാൽ ഒരു നെഗറ്റീവ് എന്തായിരിക്കും പറയുന്നത്? ഇപ്പം ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, തിരിച്ചു വിളിക്കത്തില്ല, മെസ്സേജ് അയക്കത്തില്ല, അങ്ങനത്തെ എന്തെങ്കിലും? ഇതെല്ലാം എല്ലാവരും പറയാറുണ്ട്. ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല, ഞാൻ വഴക്കിനിടയ്ക്ക് ഫോൺ എടുക്കത്തില്ല. പിന്നെ എൻ്റെ നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് അശ്രദ്ധ ഉണ്ട്. എനിക്ക് കുറച്ച് ആബ്സെന്റ് മൈൻഡഡ് ആണ് പല സമയത്തും. മഞ്ജു എന്നോട് പറയാറുള്ളത് തന്നെ, മഞ്ജു എന്നോട് പറയാറുണ്ട്, മഞ്ജു ഇങ്ങനെ എന്തൊക്കെയൊക്കെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് ചോദിക്കും, നാളെ നീ എങ്ങോട്ട് പോണം ഞാൻ ചോദിക്കും. ഇതല്ലേ അന്ന് പറഞ്ഞത്, ഞാനിങ്ങനെ സംഭവം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോകുന്നു പറഞ്ഞല്ലേ. ആ ഓക്കെ, ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. മഞ്ജു ചേച്ചി ഇതിന് വഴക്കുണ്ടാക്കാറുണ്ടോ? ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാറില്ല. ആദ്യമൊക്കെ വളരെ വലിയ വഴക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മഞ്ജു ചേച്ചിയെ പറ്റിയിട്ട് പറയും, മഞ്ജു ചേച്ചിയോടുള്ള ആരാധനയെ പറ്റിയിട്ട് പറയും. മഞ്ജുവിനോട് സീരിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, പല കാറ്റഗറിയിലുള്ള ഓരോ ആൾക്കാരിൽ ഒരാൾ, അതായത് നല്ല ആക്ട്രസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് മഞ്ജു. മഞ്ജു ചേച്ചിയോട് ചോദിച്ചാൽ സുജിത് ഏട്ടനെ പറ്റിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് മഞ്ജു ചേച്ചി എന്ത് പറയും? എന്ത് ചോദിച്ചാലും മിണ്ടണ്ടിരുന്നു, ഭയങ്കര ഇഷ്ടം. ഒന്നിനെ കുറിച്ചും പ്രത്യേകിച്ച് കംപ്ലൈൻസ് ഒന്നുമില്ല. എന്ത് ഭക്ഷണം ഞങ്ങൾ വളരെ സ്വാദിഷ്ടമായിട്ട് ഞാൻ കഴിച്ചോളും. അപ്പൊ അതുകൊണ്ട് അത്തരം കംപ്ലൈൻസ് ഒന്നും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. നല്ല മനുഷ്യനാണ്. മഞ്ജു ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? വീട്ടിൽ കയറ്റുണ്ടാക്കും അല്ലേ? വീട്ടിൽ കയറ്റുണ്ടാക്കും. ഒന്നും ഇഷ്ടമല്ലേ? അല്ലേ, ഒന്നായിട്ട് അങ്ങനെ പറയും. ഓക്കെ, മഞ്ജു ചേച്ചിയെ പറ്റിയിട്ട് ഒരു ലാസ്റ്റ് ചോദ്യം. മഞ്ജു ചേച്ചി ആസ് എ വൈഫ്, നമ്മളിപ്പോൾ ഒരു സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിനകത്തൂടെ നമ്മൾ മഞ്ജു ചേച്ചിക്ക് ഹസ്ബൻഡ്, 2 പിള്ളേര്, ഒരു അമ്മായിയമ്മ, നമ്മുടെ KPSC ലളിത ചേച്ചി, ആ ഒരു കോമഡി സീരീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയാണ് മഞ്ജു ചേച്ചി വീട്ടില്? അയ്യോ, ആക്ടിങ് അല്ലേ? അതുപോലെ അല്ല, കാരണം നമ്മളെ മഞ്ജു ചേച്ചിയെ പറ്റി മഞ്ജു വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മഞ്ജു വളരെ സെൻസിബിൾ ആയിട്ടൊരു കക്ഷിയാണ്. അതായത് ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒരു കാര്യവും ഞാൻ അറിയാറില്ല. ഇന്ന ബില്ല് ഇപ്പം ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയിൽ ശരിക്കും ആ കോടതിയിൽ ആലിസ് ഇരുന്ന് പറയുന്നത് പലതും പല വീടുകളിലും നടക്കാറുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധ മുഴുവൻ സിനിമയിലും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നതിലും സിനിമ കാണുന്നതിലും സിനിമ കഥകൾ വായിക്കുന്നതിലൊക്കെയാണ്. സിനിമയെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടലി. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ തന്നെ ഫോൺ ബില്ല് പലതവണ കട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേദിക പറയുന്ന ഡയലോഗ് ചേട്ടൻ മഞ്ജു ചേച്ചിയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചുണ്ടാക്കി പറഞ്ഞു എഴുതിയതാണല്ലേ? അത് മാത്രമല്ല, അതൊരു പൊതുവെ പറഞ്ഞാൽ എൻ്റെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രമല്ല, മിക്കവാറും 90% ഓഫ് ലൈഫ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരുപാട് കക്ഷികൾ എന്നെ വിളിച്ചിട്ട് ഇത് എൻ്റെ ലൈഫാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അത് അതിൻ്റെ ബോക്സ് ഓഫീസ് സീറ്റിനകത്ത് എനിക്കൊരു വിഷയം തോന്നില്ല. കാര്യം ചിലപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലും പോവാം, നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഡയറക്ഷനിലേക്ക് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. രാവിലെ പറഞ്ഞ പോലെ ഒരു ഹോളിവുഡ് ചിത്രം മലയാളത്തിൽ അങ്ങനെയല്ല ഹോളിവുഡ് ചിത്രം എന്ന് പറയുമ്പോൾ കഴിയില്ല. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം. പക്ഷെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ ചെയ്യണം എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അത് ഒരു തരത്തിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് രാജീവ്, അദ്ദേഹമാണ് ഓർഡിനറിയുടെ പ്രൊഡ്യൂസർ, അനാർക്കിയുടെ പ്രൊഡ്യൂസർ. പുള്ളിക്കും ഒരു ഡോഗുണ്ട്, വീട്ടിലൊരു ഡോഗുണ്ട്. ഇപ്പോൾ ഭയങ്കര പെറ്റാണ് പുള്ളി. അതിനിപ്പോൾ 12 വയസ്സായി. മാക്സിസം എന്ന പേരിൽ ഒരു പുസ്തകം രാജീവ് എഴുതുന്നുണ്ട്. എനിക്കിങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം പറയുമ്പോൾ അപ്പോഴാണ് രാജീവ് പറയുന്നത്, എടാ ഞാൻ എൻ്റെ മാക്സിനെ കുറിച്ച് ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആ പുസ്തകം തരാം, കഴിഞ്ഞിട്ട് തരാം, ഞാൻ ചെയ്യാം. അങ്ങനെ ഇതൊരു ധാരണയായിട്ട് അങ്ങനെ ചെയ്യാം. അതുകൂടാതെ വേറെ പല 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 അപ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാനുണ്ട് സുജിത് വാസുദേവ് എന്ന സിനിമാറ്റോഗ്രാഫറിൽ നിന്ന്, ഡയറക്ടറിൽ നിന്ന്. ആക്ടിങ് ഇനി വരുന്നുണ്ടോ?
അതും ഇരിക്കട്ടെ അതും ഇരിക്കട്ടെ, നമ്മളൊരു വഴിക്ക് പോകുന്നില്ലേ, അതും ഇരിക്കട്ടെ. അപ്പൊ പിന്നെ സുജിത് സർ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഒരു ഫുൾ ഡേ ഞങ്ങൾ പുറകെ നടന്ന് കുറെ കഷ്ടപ്പെടുത്തി. ഒരുപാട് ക്ഷീണിച്ചു ഇല്ല, പക്ഷേ ഈ ഒരു അവസാനത്തെ ഈ ഒരു ചാറ്റ് മെയ്ഡ് ഇറ്റ് ഓൾ വർത്ത് വൈൽ. ഇറ്റ് വാസ് എൻ അമേസിംഗ് ഡേ. ഓൾ ദ ബെസ്റ്റ്. സുജിത് സാറിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. മഞ്ജു ചേച്ചിയോട് ഞങ്ങളുടെ ഹായ് പറയണേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.